ഹലോ ഫ്രണ്ട്സ്, മൈ ബറ്റാലിയൻ 69 മറ്റൊരു യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എത്തിയിരിക്കുന്ന അതിരപ്പള്ളി, നമ്മുടെ അതിരപ്പള്ളി വാഴച്ചാൽ. ഇപ്പോൾ വാഴച്ചാലാണ് നിൽക്കുന്നത്. വാഴച്ചാലിൻ്റെ നമ്മുടെ തൊട്ട് പിന്നിലെ വെള്ളച്ചാട്ടമാണ് വാഴച്ചാൽ. വലിയ വെള്ളച്ചാട്ടമല്ല, ചെറിയ വെള്ളച്ചാട്ടം. നമുക്ക് ബാക്കിൽ കണ്ടാൽ നമുക്ക് നമ്മുടെ കാട്ടിലേക്കുള്ള വഴി, അതേമാതിരി അത് മലക്കപ്പാറ പോണ വഴിയാണ് ഈ കാട്ടിലേക്ക്. അപ്പോൾ അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ വണ്ടിയുടെ വിവരങ്ങളൊക്കെ കൊടുത്താലേ നമുക്ക് അവിടെ പോകാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ വാഴച്ചാൽ വെള്ളച്ചാട്ടം ഒന്ന് പോയി കാണാം. ഇതാണ് ചെക്ക് പോസ്റ്റ്. ഇവിടെ നമ്മുടെ കാട്ടിലേക്ക് കിടക്കുന്ന ചെക്ക് പോസ്റ്റ് ഇവിടെയാണ്. ഇവിടെ നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന ടിക്കറ്റ് കൗണ്ടർ ഇവിടെ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ഇവിടെ സ്വാഗതം വെള്ളച്ചാട്ടം എഴുതിയിട്ടുണ്ട്. വാഴച്ചാൽ വെള്ളച്ചാട്ടം. അപ്പോൾ നമുക്ക് അതിൻ്റെ എൻട്രൻസ് ഇതാ അവിടെ നല്ല മുളയൊക്കെ വെച്ച് കെട്ടിയിട്ട് നല്ല അടിപൊളി ഒരു എൻട്രൻസ് ഇവിടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വാഴച്ചാൽ അതിരപ്പള്ളിയിലേക്ക് രണ്ട് ഭാഗത്തുനിന്നും ഇവിടുന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മൾ വാഴച്ചാലിൽ നിന്ന് ടിക്കറ്റ് എടുത്താൽ പിന്നെ അതിരപ്പള്ളിക്ക് ആ ടിക്കറ്റ് ആവശ്യമില്ല. ഈ ടിക്കറ്റിൽ തന്നെ നമുക്ക് അവിടെ കയറാം. അതേമാതിരി അതിരപ്പള്ളിയിൽ നിന്നാണ് ടിക്കറ്റ് എടുക്കുന്നത് വെച്ചാൽ ആ ടിക്കറ്റിൽ നമുക്ക് ഇവിടെ വന്ന് കയറാം കേട്ടോ. അപ്പോൾ രണ്ട് സ്ഥലത്ത് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരാൾക്ക് 60 രൂപയാണ് ടിക്കറ്റ്. അതേമാതിരി വാഹനം പാർക്ക് ചെയ്യാൻ 40 രൂപയും മേടിക്കുന്നുണ്ട്. കണ്ടോ, കുറങ്ങ് ഐസ്ക്രീം കണ്ടിട്ടാണ് ഐസ്ക്രീം കണ്ടപ്പോൾ തട്ടിപ്പറിക്കാൻ നിൽക്കാൻ അടിച്ചു മാറ്റിച്ചിട്ടോ. നമുക്ക് അതിനെ ഉള്ളിലേക്ക് ഇറങ്ങാം. ഇവിടെ ഒരു ബോർഡുണ്ട്, കേരള വനം വകുപ്പിൻ്റെ ആണ്. അപകടത്തിൻ്റെ ഇൻഷുറൻസ് ഇറക്കുന്നുണ്ട് നമ്മളെടുക്കുന്ന ടിക്കറ്റിന് കേട്ടോ. എന്തായാലും നന്നായി. ഓക്കെ, നമ്മുടെ എൻട്രൻസിൻ്റെ ഉള്ളിലത്തെ ഭാഗമാണ്. ഇവിടെ ഒരു ചെറിയ ഷോപ്പുണ്ട്. നമുക്ക് ചായ, കാപ്പി, സ്നാക്സൊക്കെ അവിടെ കിട്ടും. ടോയ്ലറ്റ് സംവിധാനം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് വാട്ടർഫാൾസിൻ്റെ അവിടേക്ക് പോകുന്ന വഴി. അപ്പോൾ നമ്മളുള്ളത് വാഴച്ചാലാണ് കേട്ടോ. വാഴച്ചാൽ വാട്ടർഫാൾസിലാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അതിരപ്പള്ളിയിലേക്ക് പോവാം. ഇവിടെ ഒരു വേഴാമ്പലിൻ്റെ ഒരു ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. കല്ലൊക്കെ വിരിച്ച നല്ല അടിപൊളി വഴി. നമുക്കിങ്ങനെ നടന്നു പോകാം. വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് താഴ്ന്ന് ഇങ്ങനെ കേട്ട് നല്ല കേൾക്കുന്നുണ്ട് മുകളിലേക്ക്. നമ്മളിപ്പോൾ ഏകദേശം മുകളിലാണ്. അതിരപ്പള്ളിയുടെ അങ്ങനെയുള്ള ഹൈറ്റിലല്ല കേട്ടോ അത്. ഇതൊരു ചെരിഞ്ഞ വാട്ടർഫാൾസാണ്. എല്ലാവരും ഫുൾ സ്ക്രീനിൽ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ആ വീഡിയോയുടെ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതിന് വേറെ ഒന്നും ചെയ്യേണ്ട. നിങ്ങളുടെ ആ സ്ക്രീനിൽ വിരൽ വെച്ചിട്ട് ഒന്ന് മുകളിലേക്ക് അമർത്തിയിട്ട് നീക്കിയാൽ മതി. ആ സ്ക്രീനിൽ വിരൽ അമർത്തിയിട്ട് ഒന്ന് മുകളിലേക്ക് നിങ്ങൾ വിരൽ നീക്കിയാൽ നിങ്ങൾക്ക് ഫുൾ സ്ക്രീൻ ആവും. അങ്ങനെ നമ്മളെത്തിയത് വാഴച്ചാൽ വാട്ടർഫാൾസിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. കാണിച്ചു തരാം വാട്ടർഫാൾസ്. എൻ്റെ പിന്നിൽ കാണുന്ന വാട്ടർഫാൾസ്. കണ്ടോ? വാഴച്ചാലിൻ്റെ അതിമനോഹരമായ ദൃശ്യമാട്ടോ. അതിമനോഹരമായ ദൃശ്യം. അത്യാവശ്യം വെള്ളമുണ്ട്. മഴക്കാലം ഇപ്പോൾ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ വെള്ളം അത്യാവശ്യമുണ്ട്. താഴത്തേക്ക് ഇങ്ങനെ പതഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് താഴത്തേക്ക്. പണ്ട് നമുക്ക് ഇവിടെയൊക്കെ ഇറങ്ങി നിൽക്കാൻ പറ്റുമായിരുന്നു. പണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഈ സൈഡിലേക്കൊക്കെ ഇറങ്ങി നിൽക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ എല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കണം. അങ്ങോട്ടൊന്നും വിടുന്നില്ല. അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ്. എന്നാലും വാഴച്ചാലിൻ്റെ അതിമനോഹരമായ കാഴ്ച. ചാലക്കുടിയിൽ നിന്ന് ഏകദേശം ഒരു 35 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്താൽ നമുക്ക് ഈ അതിരപ്പള്ളി വാഴച്ചാലിൻ്റെ അവിടേക്ക് നമുക്ക് എത്താം. ചാലക്കുടിയിൽ നിന്ന് നമ്മൾ മലക്കപ്പാറ വരുന്ന റൂട്ട്, ആ റൂട്ട് കൂടെ വന്നാൽ നമുക്കിവിടെ എത്താൻ കഴിയും.
അതുപോലെ തന്നെ വളരെയധികം പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ഇവിടെ. തൊട്ടപ്പുറത്ത് തന്നെ കാടാണ്. അപ്പോൾ കാടിൻ്റെ കാഴ്ചകൾ നമുക്കിവിടുന്ന് കാണാം. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്കിവിടെ കുറേ നേരം ഇങ്ങനെ ഇരിക്കാം. ഏകദേശം 800 അടി ഉയരത്തിൽ നിന്നും ചെരിഞ്ഞ് താഴേക്ക് പതിക്കുന്ന വിധത്തിലാണ് ഈ വാഴച്ചാൽ വാട്ടർഫാൾസ് ഉള്ളത്. വാഴച്ചാലിൻ്റെ അവിടെയുള്ള ചെറിയൊരു ഗാർഡനാണ്. അപ്പോൾ വെറുതെ നമുക്ക് ഈ ഗാർഡനിൽ കൂടെ ഇങ്ങനെ നടക്കാം. നമുക്ക് അപ്പുറത്തുള്ള നമ്മുടെ വാഴച്ചാൽ വെള്ളച്ചാട്ടം നമുക്ക് കാണാം. ഇതിൽ നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ ഒരു ചെറിയൊരു ബ്രിഡ്ജൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബ്രിഡ്ജ് കൂടെ കയറി പോവാം. പിന്നെ ഇതിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന റെയിൽവേ സ്റ്റേഷൻ, നിങ്ങൾ ട്രെയിനിൽ വരികയാണെങ്കിൽ ചാലക്കുടി തന്നെയാണ്. ചാലക്കുടി നിങ്ങൾക്ക് വന്ന് അവിടെ നിന്ന് ബസ്സിനോ അല്ലെങ്കിൽ ഒരു വാഹനം വിളിച്ചിട്ടോ നമുക്കിവിടെ എത്തിച്ചേരാം. നമ്മൾ വരുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നത് നമ്മുടെ അതിരപ്പള്ളി വാട്ടർഫാൾസ് ആണ്. അവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് നമ്മൾ ഈ വാഴച്ചാലിലെത്തുന്നത്. രാവിലെ 8 മുതൽ വൈകിട്ട് 5:30 വരെയാണ് ഇവിടെ സമയം വിസിറ്റേഴ്സിനുള്ളത്. ഇവിടെ നമുക്ക് കുറച്ചും കൂടി മോൾ ഭാഗത്തിൽ വന്നു. അപ്പോൾ വാഴച്ചാലിൻ്റെ ഒരു വ്യത്യസ്തമായൊരു കാഴ്ചയാണ് നമുക്കിവിടുന്ന് കാണാൻ കഴിയുന്നത്. ഇവിടെ നിന്ന് വന്ന് ഇങ്ങനെ ഒഴുകിപ്പോകുന്ന വെള്ളമാണ് നമ്മുടെ അതിരപ്പള്ളിയിൽ പോയിട്ട് താഴത്തേക്ക് വീഴുന്നത്. അതിരപ്പള്ളി അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുന്നത് ഇവിടുന്ന് പോകുന്ന ഈ വെള്ളമാണ്. ഇവിടുന്നൊക്കെ അതിമനോഹരമായ കാഴ്ച കേട്ടോ വാഴച്ചാലിൻ്റെ. പ്രകൃതി ഭംഗി നിറഞ്ഞ വാഴച്ചാൽ. ദൂരത്തുനിന്ന് അങ്ങനെ നമ്മുടെ ഈ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാം. ദൂരെയുള്ള മലകളിൽ നിന്നെല്ലാം വരുന്ന വെള്ളം അങ്ങനെ വന്ന് ഇവിടെ കൂടെ വന്ന് താഴത്തേക്ക് പോവാണ്. ഇതൊരു ആലാണ് തോന്നുന്നു. അതിരപ്പള്ളിയിലേക്ക് വരുന്ന വഴിയിൽ തന്നെയാണ് അതേമാതിരി തുമ്പൂർമൊഴി തടയണ ഉണ്ട്, പിന്നെ ഡ്രീം വേൾഡ് വാട്ടർ തീം പാർക്ക് ഉണ്ട്, പിന്നെ സിൽവർ സ്റ്റോം വാട്ടർ തീം പാർക്ക് ഉണ്ട്, പിന്നെ ചാർപ്പ വെള്ളച്ചാട്ടം നിങ്ങൾക്ക് കാണാം. മഴക്കാലത്ത് മാത്രമേ വെള്ളം ഉണ്ടാവുകയുള്ളൂ. തുമ്പൂർമൊഴി അണക്കെട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു ചിത്രശലഭ ഉദ്യാനമുണ്ട്. ഒരുപാട് ചിത്രശലഭങ്ങൾ അവിടെ ഉള്ളത് നമുക്ക് കാണാൻ കഴിയും. പിന്നെ പെരിങ്ങൽകുത്ത് അണക്കെട്ട്, അതും നമ്മുടെ അതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ അതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിരപ്പള്ളി വാട്ടർഫാൾസിലേക്ക് പോവാണ്. ഇവിടെയൊക്കെ കടകളാണ്, ഉണ്ട് ഒരുപാട് കടകൾ. അതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ അവിടേക്കുള്ള എൻട്രൻസ് എത്തി. നമ്മൾ വാഴച്ചാൽ കണ്ട് അതുപോലെ തന്നെയാണ് അതിരപ്പള്ളി വാട്ടർഫാൾസും സെറ്റ് ചെയ്തിരിക്കുന്നത്. മുള കൊണ്ടുള്ളൊരു എൻട്രൻസ്. അവിടെ ഷോപ്പൊക്കെ ഉണ്ട്. നമുക്ക് ചായപ്പൊടി മുതൽ തേന് അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടും. ഇവിടെ നമുക്ക് ഒരുപാട് കടകൾ കാണാം. ഇപ്പോൾ ടിക്കറ്റ് കൗണ്ടർ ഇവിടെ ഉണ്ട്. നമുക്ക് വരുന്ന വഴിക്ക് ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് ഈ അതിരപ്പള്ളി എത്തുന്നതിൻ്റെ തൊട്ട് മുന്നേ. ഡ്രോൺ ഉപയോഗിക്കുന്നത് ഇവിടെ നിരോധിച്ചിരിക്കുന്നു. ഇവിടെ ഒരു ക്ലോക്ക് റൂം കൂടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ വയ്ക്കാം. ഹെൽമെറ്റ്, ബാഗ് ഒക്കെ ഇവിടെ വയ്ക്കാം. ഇവിടെ ഒരു വേസ്റ്റ് ബോക്സർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട്. കേരള ഫോറസ്റ്റിൻ്റെ കുരങ്ങുകൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഭക്ഷണങ്ങളൊന്നും കൊണ്ടുവരുന്നത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ നടക്കുക. മുകളിലേക്ക് നടന്ന് കുറച്ച് ദൂരം നടക്കാണ്ട് ഇവിടുന്ന്. ഇതിയെ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ആരും ഭക്ഷണ സാധനങ്ങൾ കയ്യിൽ വെക്കരുത്. കുട്ടികളുടെ കയ്യിൽ ഐസ്ക്രീമോ ഒന്നും കൊടുക്കരുത്. കാരണം എല്ലാം കുരങ്ങന്മാരെ അടിച്ചു മാറ്റി കൊണ്ടുപോകും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ആരും കയ്യിലൊന്നും വെക്കാതെ പോവുക.
4:21 അല്ല 4:27 ഈവനിങ്ങിലാണ്. വെയിലിൻ്റെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അധികം നടക്കാൻ നല്ല സുഖമാണ്. നമ്മൾ ഉച്ചയ്ക്കൊക്കെ വന്ന ഒരുപാട് വെയിൽ കാരണം നമ്മൾ ശരിക്കും ടയേർഡാവും. ഇതൊക്കെ സിമെൻറ്റിൻ്റെ ആണ് കേട്ടോ, മുളയെന്നല്ലേ. ഒക്കെ സിമെൻറ്റ് കൊണ്ട് കെട്ടിയതാണ്. നമുക്ക് ഇവിടെ ഒരു ഇരിപ്പിടം, കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം. ഇവിടെയൊക്കെ ഫെൻസിങ് ചെയ്തിട്ടുണ്ടോ ലെഫ്റ്റ് സൈഡിൽ. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ അപ്പുറത്തെല്ലാം ആനകൾ വരുന്നതാണ്, അപ്പുറത്തല്ല ഈ സൈഡിലെല്ലാം ആനകൾ വരുന്നതാണ്. ഇപ്പോൾ ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു കയറ്റം കയറി ഇനി താഴത്തേക്ക് ഇറങ്ങണം. അപ്പോൾ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ചെറിയ ഒരു ഇറക്കാണ്, വലിയ ഇറക്കല്ല, പക്ഷേ നല്ല വഴിയാണ്. കല്ലെല്ലാം ഇട്ട് അടിപൊളിയൊക്കെ ഉണ്ട്, സിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ കുഴപ്പമില്ല, സുഖമായിട്ട് ഇറങ്ങിപ്പോവാം. പ്രായമുള്ളവർക്കൊക്കെ ഇറങ്ങാം. ഫോറസ്റ്റിൻ്റെ ഒരു വണ്ടി ഇറങ്ങി പോവാണ് താഴത്തേക്ക്. ഫോറസ്റ്റ് വെഹിക്കിൾ താഴത്തേക്ക് പോവാണ്. ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു ബേബി ഫീഡിങ് റൂം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആൾക്കാർക്കൊക്കെ ഇരിക്കാൻ സുഖമായിട്ട് മരത്തിൻ്റെ ചുവട്ടിൽ ഉള്ള ഇരിപ്പിടമൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ദൂരെ നമുക്ക് അവിടെ വാട്ടർഫാൾസ് താഴെ കാണാം കേട്ടോ. താഴെ വാട്ടർഫാൾസ് ഇല്ല, അതിൻ്റെ ഒരു ഭാഗം വെള്ളം പോകുന്നത്. കുറച്ചുകൊണ്ട് ഇറങ്ങി റൈറ്റിലേക്ക് പോയാലാണ് വാട്ടർഫാൾസ്. ഒരുപാട് ആൾക്കാർ എത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു ഷോപ്പുണ്ട്, ചായ കാപ്പി സ്നാക്സൊക്കെ ഇവിടെ കിട്ടും. വാട്ടർഫാൾസിൻ്റെ താഴത്തേക്കുള്ള വഴിയാണ്. ഇവിടെ ഒരുപാട് പേരുണ്ട്. താഴത്ത് പോയിട്ട് വരാം. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെ നമുക്കിവിടെ സമയം അനുവദിച്ച് തന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് ഏറ്റവും നല്ല സമയം വൈകിട്ട് 4 മണി മുതലാണ്. വെയിലിൻ്റെ ചൂടെന്ന് ആറുമല്ലോ. ഇങ്ങനെ കല്ല് പതിച്ച വഴി താഴത്തേക്ക് ഇറങ്ങിപ്പോകണം. കുറേ ഇറങ്ങാനുണ്ട്. ഈ വഴി ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ. കണ്ടമാനം പോകാണ്ടല്ലോ. ഇത് വേണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ നടന്ന് താഴത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ എത്തിയിട്ടില്ല കേട്ടോ. വഴി ഇതാ അങ്ങനെ പോകുന്നു. താഴത്തു കൂടെ ആൾക്കാർ പോകണുണ്ടോ. പ്രായമായവരൊക്കെ ഒന്ന് വരാതിരിക്കണം, നല്ലതായിരിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഒരു ബെഞ്ചുണ്ട് ഇരിക്കാം, അതിലിരിക്കാം. പക്ഷെ കയറി വരുമ്പോൾ അതിനെക്കാട്ടും നല്ല ടഫാവും. പ്രായമായവർക്കൊന്ന് കയറി വരണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. അങ്ങനെ ഇറങ്ങി താഴത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ വാട്ടർഫാൾസിൻ്റെ അതിഗംഭീരമായ കാഴ്ച. നമ്മുടെ വാട്ടർഫാൾസ് അങ്ങനെ ഗംഭീര കാഴ്ച കേട്ടോ വാട്ടർഫാൾസിൻ്റെ. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ കാതടപ്പിക്കുന്ന ശബ്ദം, ഭയാനകമായ ശബ്ദം, അത് ആസ്വദിക്കണമെങ്കിൽ ഇതിൻ്റെ ഈ അടിഭാഗത്ത് തന്നെ വരണം. അല്ലാതെ നമ്മൾ മുകളിൽ നിന്നൊന്നും ഇത് നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. ആ പോകുന്നതൊന്നും മഞ്ഞ് കണങ്ങളല്ല കേട്ടോ. മുകളിൽ നിന്നും തലകുത്തി മറിഞ്ഞ് താഴേക്ക് വീഴുന്ന ആ വെള്ളച്ചാട്ടത്തിൽ നിന്നുമുള്ള ജല കണികകളാണ് ആ മഞ്ഞുപോലെ ഇങ്ങനെ പാറിപ്പറന്നു പോകുന്നത്. എത്ര നേരം ഇരുന്ന് കണ്ടാലും മതിവരാത്ത മനോഹരമായ കാഴ്ച. അത് അതിരപ്പള്ളി വെള്ളച്ചാട്ടം നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്.
ഒരുപാട് ജനങ്ങളിതാ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തെ ആസ്വദിക്കാൻ വേണ്ടി താഴത്തെത്തിയിരിക്കുന്നു. മക്കളെ, എത്ര കണ്ടാലും മതി വരാത്ത അതിഗംഭീരമായ കാഴ്ചയാണ്. അതിഗംഭീരമായ കാഴ്ച അതിരപ്പള്ളി വാട്ടർഫോൾസ്. എത്ര കഷ്ടപ്പെട്ടാലും നിങ്ങളിവിടെ എത്തിയേ പറ്റുള്ളൂ. കാരണം നിങ്ങളിവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വേറൊരു ലോകത്തിലെത്തിയ മാതിരി തോന്നും. അതിഗംഭീരമാണ് ഇവിടെ. ഹലോ ഫ്രണ്ട്സ്, നമുക്കങ്ങനെ നടന്നിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ കുറച്ചും കൂടെ അടുത്തേക്ക് പോവാം. അതിഗംഭീരമായ സീനറിയാണ് ഇവിടെ. പിന്നെ നടക്കുമ്പോൾ സൂക്ഷിക്കുക. ഇവിടെയൊക്കെ ഉണ്ടോ, ഒക്കെ കല്ലാണ്. അപ്പോൾ സൂക്ഷിച്ച് നടക്കുക, അല്ലെങ്കിൽ കല്ല് തട്ടി തടഞ്ഞ് വീഴും. വെള്ളച്ചാട്ടം നോക്കി നടക്കുക. ഒരുപാട് പേര് ഫോട്ടോഷൂട്ട് നടത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ കല്ല് കൂടെയൊക്കെ കയറിയിട്ട് അപ്പുറത്തേക്ക് പോവാം. ഒരു കല്ലിൽ നിന്നും അടുത്ത കല്ലിലേക്ക് ചാടി, അടുത്ത കല്ലിൽ നിന്നും അടുത്ത കല്ലിലേക്ക് ചാടി. ഇരുപത്തഞ്ച് മീറ്റർ ഹൈറ്റിൽ നിന്നാണ് വെള്ളം താഴത്തേക്ക് പതിക്കുന്നത്. മഴക്കാലത്ത് അതിഭയാനമായ കാഴ്ചയാണ് ഇവിടെ. മഴക്കാലത്ത് ഇവിടെ നിറഞ്ഞൊഴുകും. ഈ പാറകളുടെ മുകളിലൂടെയെല്ലാം വെള്ളം നിറഞ്ഞൊഴുകുന്ന സമയമായിരിക്കും മഴക്കാലം. ഇരിക്കാൻ പാടില്ല, ഇരിക്കാൻ പാടില്ല, നിൽക്കാൻ പാടില്ല. പോട്ടെ പോട്ടെ. അങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. കയറൽ കുറച്ച് കഷ്ടാട്ടോ. കയറാതിരിക്കാൻ പറ്റില്ല, ഇറങ്ങി വന്നില്ലേ. അപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മെല്ലെ കയറിപ്പോവാണ്. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ആ കയറ്റം കയറി മുകളിലേക്ക് എത്തി. പൂപ്പാടിളകി. എന്നാലും ഭയങ്കര കയറ്റാണ്. സ്റ്റെപ്പുണ്ട്, അവിടെ ഇവിടെയൊക്കെ ഇരിക്കാനുള്ള ചെറിയ ബെഞ്ചൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ നോൺ സ്റ്റോപ്പായിട്ട് കയറി വന്നു. എവിടെ ഇരുന്നില്ല, നേരെ കയറി വന്നു. ഇവിടെ എത്തിയപ്പോഴേക്ക് ശരിക്ക് ഒന്ന് കുറച്ച് ടയേർഡായി. ലാസ്റ്റ് ഇവിടെ എത്തി, മുകളിലെത്തി. ഒരു 5 മിനിറ്റ് ഇവിടെ റെസ്റ്റ് എടുക്കാം. ഓക്കെ, ഇനി അപ്പുറത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോകണം. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാം. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ അതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ താഴത്ത് പോയി. അവിടെ നിന്ന് കയറി വലിഞ്ഞ് കയറി മുകളിലേക്ക് എത്തി. ഇനി മുകളിലത്തെ ഭാഗത്തേക്ക് നമ്മൾ ഇറങ്ങിപ്പോവാണ്. കാണിച്ചു തരാം. നമ്മുടെ അതിരപ്പള്ളിയുടെ മുകളിലത്തെ ഭാഗം.
അവിടെ നമുക്ക് കുറേ നേരം ഇരിക്കാം, വെള്ളത്തിലൊക്കെ ഇറങ്ങി നിൽക്കാം. വാട്ടർഫാൾസിൻ്റെ സൈഡിലേക്ക് പോകാൻ സമ്മതിക്കില്ല, എന്നാലും നമുക്ക് കുറച്ചൊക്കെ ആ വെള്ളത്തിലിറങ്ങി അവിടെ നിൽക്കാം. നമുക്ക് താഴത്തേക്ക് ഇറങ്ങി പോവാം. ഇവിടെ നമ്മൾ വരുമ്പോൾ എപ്പോഴും ഒരു ജോഡി ഡ്രസ്സും കൂടിയും കരുതുന്നത് വളരെ നന്നാവും. കാരണം നമുക്ക് ഈ വെള്ളത്തിൽ ഇറങ്ങി ഇങ്ങനെ കിടക്കാം, എത്ര നേരം വേണം. നല്ല തണുത്ത വെള്ളം, അതിലിങ്ങനെ ഒലിച്ചു വരുന്ന വെള്ളത്തിൽ കിടക്കാൻ നല്ല സുഖമാവും. അപ്പോൾ എപ്പോഴും വരുമ്പോൾ ഒരു ജോഡി ഡ്രസ്സ് എടുക്കുക, ഈ വെള്ളത്തിൽ കുറേ നേരം സ്പെൻഡ് ചെയ്യുക, അടിപൊളിയാക്കുക. മുകളിൽ നിന്നുള്ള അതിരപ്പള്ളിയുടെ വാട്ടർഫാൾസിൻ്റെ കാഴ്ച ഇവിടെ നിന്ന് കാണാം. അയ്യോ, പണ്ട് വരുമ്പോൾ ഇവിടെ ഒന്നും ഈ വേലിക്കെട്ട് ഒന്നുമില്ല, അതുകൊണ്ട് ഈ സൈഡിലൊക്കെ പോയി നിൽക്കായിരുന്നു കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെയൊക്കെ വേലിയൊക്കെ കെട്ടി എല്ലാം മറിച്ച് സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. വർഷക്കാലത്ത് ഇവിടെ എല്ലാം വെള്ളം കയറുന്നതാണ്. നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും, മലവെള്ളം കുത്തിയൊലിച്ച് പോകുമ്പോൾ കേടുവരാൻ നിന്ന ആ ഒരു ഷെഡാണിത്. അപ്പോൾ ഈ പാറയുടെ മുകളിൽ കൂടെ ഇവിടെ ഇപ്പോൾ ഈ പാറയുടെ മുകളിൽ കൂടെ എല്ലാം വെള്ളം വരുന്ന സമയമായിരിക്കും മഴക്കാലത്ത്. അപ്പോഴൊക്കെ അവനവിടെ കേടുവരാൻ നിൽക്കും. നമുക്ക് ഇവിടുന്ന് താഴത്തേക്ക് കാണാം അതിരപ്പള്ളിയുടെ വാട്ടർഫാൾസ്. മുകളിൽ നിന്ന് താഴത്തേക്കുള്ള അതിമനോഹരമായ വ്യൂ. താഴേക്ക് ആൾക്കാർ ഇപ്പോഴും ഉണ്ട്, ഒരുപാട് പേര് താഴെ എപ്പോഴും കണ്ടോ. ആരും കയറിപ്പോയിട്ടില്ല. 5 മണി വരെ ടൈം എന്നാണ് പറഞ്ഞു, പക്ഷെ ആരും ഇപ്പോഴും കയറിപ്പോയിട്ടില്ല. താഴത്തേക്ക് വീഴുന്ന വെള്ളം അങ്ങനെ ഒഴുകി ഇങ്ങനെ പോകുന്ന ആ പുഴ, അതിരപ്പള്ളിയുടെ അതിമനോഹരമായ കാഴ്ച. ഇവിടെയൊക്കെ വന്ന് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യണം. ആ താഴത്തെ ആ പാറകളിലൊക്കെ ഇങ്ങനെ ഇരിക്കണം. ആ വെള്ളത്തിൽ വീഴുന്ന ആ ചെറിയ വെള്ളത്തിൻ്റെ കണികകൾ ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ വന്നിട്ട് നമ്മൾ നനയുക അവിടെ നിൽക്കുമ്പോൾ. നല്ല രസമാണത്, അതിരസകരമായ ഒരു സംഭവം തന്നെയാണത്. 3 ഭാഗങ്ങളിലൂടെയാണ് വെള്ളം താഴേക്ക് വീണുകൊണ്ടിരിക്കുന്നത്. എത്ര കണ്ടാലും മതിവരാത്ത നമ്മുടെ അതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ അതിമനോഹര കാഴ്ചയാണിത്. ഇവിടെ മോൾ ഭാഗം നമുക്ക് നോക്കാം. ഇപ്പോൾ വെള്ളത്തിലേക്ക് അങ്ങനെ വിടുന്നില്ല. പണ്ടൊക്കെ നമുക്ക് ഇതിനെ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകാൻ പറ്റുമായിരുന്നു. പണ്ടെല്ലാം ഞാനതേമാതിരി വന്ന സമയത്തെല്ലാം ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഭാഗത്ത് ഞാൻ വരുന്ന സമയത്ത് ഒരുപാട് പേരുണ്ടായിരുന്നു, എല്ലാവരും കുറേ കയറിപ്പോയി. എന്തായാലും നമ്മൾ വരുമ്പോൾ എപ്പോഴും ഉച്ചയ്ക്കൊരു 4 മണിക്ക് ഇവിടെ കയറുക, അല്ലെങ്കിൽ എന്താ പറയുക, ഭയങ്കര വെയിലായിരിക്കും. ചൂട് കാരണം നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു 4 മണിക്ക് ശേഷം നമ്മളിവിടെ കയറുകയാണെങ്കിൽ നമുക്ക് അത്ര വെയിലിൻ്റെ ചൂടിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടില്ല. കുട്ടികൾക്ക് അറമാതിച്ച് കളിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് ഇവിടെ. നമുക്ക് ധൈര്യമായിട്ട് ഒരു വെള്ളത്തിൽ വിടാം, നമ്മളൊന്ന് ഒപ്പം ഉണ്ടായാൽ മതി, പിന്നെ അവർ അടിച്ചു പൊളിച്ചോളും. നമ്മുടെ പഴയ ഷെഡ് ഒന്നുകൂടി കാണിച്ചു തരാം. മലവെള്ളപ്പാച്ചിലിനെ ചെറുത്ത് നിന്ന ഷെഡ്. പല കമൻറ്റുകളും വന്നിരുന്നു, ഈ ഷെഡ് കെട്ടിയ ആളെ കൊണ്ട് ബിൽഡിങ്ങോ അല്ലെങ്കിൽ നമ്മുടെ പാലങ്ങളൊക്കെ കെട്ടിച്ച ഒരുപാട് കാലം വീഴാൻ നിൽക്കുന്നുള്ള പല കമൻറ്റുകളും നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്.
മൈ ബറ്റാലിയൻ 69 ഫാമിലിയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിക്കുക. അതുമാതിരി നിങ്ങളുടെ കമൻറ്റുകൾ എന്നെ അറിയിക്കുക. താങ്ക്